എത്ര രൂപ വേണേലും ആയിക്കോട്ടെ സാർ, പക്ഷെ നമുക്ക് കേസ് ജയിക്കണം. ഡോൺ വറി, കേസ് ജയിക്കുന്ന കാര്യം ഞാനില്ല. പക്ഷെ നമുക്ക് ഏബിളായിട്ടുള്ളൊരു സാക്ഷി വേണം. ഇവിടെ ഓൾ കേരള അബ്ദു എന്ന് പേരായ കള്ളസാക്ഷി പറയുന്ന ഒരാളുണ്ട്. ഓൾ കേരള അബ്ദു? അയാൾ എവിടെ ചെന്നാ കാണാൻ പറ്റും സാർ? മാർക്കറ്റിനടുത്ത് അവന്റെ വീട്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവന്റെ വീട് കാണിച്ചു. അപ്പോൾ അവനെ പിടിച്ചാൽ മതിയല്ലോ. അത് ഞങ്ങളേറ്റു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. നീയാണോടാ ആൾ കേരള അബ്ദു? അതെ, എന്താ കാര്യം? ഒരു കേസുണ്ട്, അതിന് സാക്ഷി പറയണം. കള്ളസാക്ഷി പറയുന്ന പണിയാൻ നിർത്തിയല്ലോ. ആർക്കാണെന്ന് അതിന്റെ വിചാരം? ഏത് ദേവേന്ദ്രനായാലും. ഇത് കൊച്ചു മുതലാളിക്ക് വേണ്ടിയാ. ഏതാണോ എന്റെ കൊച്ചു മുതലാളി? ഓഹോ, കൊച്ചു മുതലാളി ആരാണെന്ന് അറിഞ്ഞാലേ നീ പറയത്തുള്ളോ? അവന്റെ തന്ത വലിയ മുതലാളി ഉണ്ടല്ലോ, അയാൾ വിളിച്ചാൽ അബ്ദു വരികയല്ല, പിന്നെ അവന്റെ കൊച്ചു മുതലാളി. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും, അത് തീർച്ച. പട്ടികളെ, ഒരടി മുമ്പോട്ട് വെച്ച എല്ലാത്തിന്റെ മയ്യത്തേനെടുപ്പിക്കും. ചോരയുണ്ടെങ്കിൽ കൊണ്ടുപോടാ. മറ്റന്നാളാണ് കേസ്. അബ്ദു എന്റെ ഇന്ദുവിന് വേണ്ടി കോടതിയിൽ സാക്ഷി പറയണം. പറയാം സാർ. ഇന്ന് വരെ ഞാൻ കള്ളസാക്ഷിയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാദ്യമായി സാറിന് വേണ്ടി കോടതിയിൽ വന്ന് ഞാൻ യഥാർത്ഥ കാര്യങ്ങൾ പറയാം. സാർ ധൈര്യമായിട്ട് പോകും. നമുക്ക് കോടതി കാണാം. ഒന്ന് നിൽക്കണേ. റഹ്മാ മാഷല്ലേ? അതെ. എന്നെ അറിയാവോ? മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയകുളങ്ങര സ്കൂളിൽ. കുറുപ്പശ്ശേരി നാരായണന്റെ മകൻ. നാരായണന്റെ മകൻ ഗോപിയോ? അതെ. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. സാർ ഇവിടെ? ഞാനിവിടെ ഈ ഓഫീസ് വരെ പോയതാ. വരൂ സാർ, എന്റെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ഉമ്മയുണ്ട്. നിന്റെ അമ്മ മരിച്ചു പോയില്ലേ? പിന്നെ ഈ ഉമ്മ? ഞാനിപ്പോ പഴയ ഗോപിയല്ല, അബ്ദു ആണ്. എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷ് മാത്രമേ ഉള്ളൂ. നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനെല്ലാം പറയാം. അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ അമ്മയും ഞാനും എന്റെ കൊച്ചു പെങ്ങളും മാത്രമേ. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ നാട് വിട്ടു. കൈ വണ്ടിക്കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കണ്ടക്ടർ എന്റെ പേഴ്സണല്ലേ വണ്ടിക്കാർ തുടങ്ങല്ലേ എല്ലാവരും ഒന്ന് പരിശോധിക്കണം. ഇവരുടെ സഞ്ചി ഒന്ന് നോക്കിക്കളയാ. ഇതൊന്ന് നോക്കട്ടെ സാറേ. ഈ പൈസ സാർ ഇതാണോ? ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയും പെങ്ങളും നാട് വിട്ടു. പല സ്ഥലങ്ങളിൽ ഞാൻ അവരെ അന്വേഷിച്ചു. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ ഇവിടെ എത്തി. ഇവിടെ വെച്ച് ഒരു മുസ്ലിം കുടുംബമായി പരിചയപ്പെട്ടു. കുട്ടികളില്ലായിരുന്നവർ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി. അവരെന്നെ അബ്ദു എന്ന് വിളിച്ചു. അന്ന് മുതൽ ഞാൻ അബ്ദുവായി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ പെങ്ങളെ ആലുവായിൽ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ഞാനാണ്. അനാഥാലയത്തിലോ? അതെ മാഷേ, എനിക്കെന്റെ പെങ്ങളെ കാണണം. അനാഥാലയത്തിൽ നിന്ന് അവളെ വിളിച്ചോണ്ട് വന്ന് നല്ല വലിയ വിവാഹം കഴിപ്പിച്ചയക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ ജീവിച്ചതിന് അർത്ഥം ഉണ്ടാവും. എന്താ മോനെ ഈ കേക്കണത്? എവിടെയും പോനെ എന്റെ പെങ്ങള്? ആലുവായിൽ ഒരു അനാഥാലയത്തിൽ. അല്ലാ, ആരാ മോനെ എന്നോട് പറഞ്ഞത്? എന്നെ പഠിപ്പിച്ചൊരു സാറിനെ ഞാനിപ്പോ കണ്ടു. പുള്ളിക്കാരൻ പറഞ്ഞതാ. ഞാൻ നാളെ ആലുവയ്ക്ക് പോവാ. മോനോടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. മക്കളില്ലാത്ത എനിക്ക് പടച്ചോണ്ടൊരു മോനെ തന്നു. ഇപ്പൊ ഒരു മോളെ. മോൻ നാളെ തന്നെ ആലുവായിക്ക് പോണം. ശരിയുമ്മ, ഞാനിപ്പോ വരാം. എവിടെ പോണോ? എനിക്കിന്നൊരു കേസുണ്ടമ്മ, സാക്ഷി പറയാം. വേഗം വരണം. അല്ലാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ നിങ്ങളുടെ പേര്? അബ്ദു. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയും. ഈ നിൽക്കുന്ന 3 പേരെയും നിങ്ങൾ അറിയുമോ? അറിയും. സംഭവം നടന്ന ദിവസം ഇവർ 3 പേരെയും ഈ സ്ത്രീയെയും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ഏത് സംഭവം? ഈ സ്ത്രീ അവരുടെ ഭർത്താവും ഒന്നിച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രതികൾ 3 പേരും കൂടി അവരുടെ ഭർത്താവിനെ തല്ലി താഴെ ഇട്ടിട്ട് ഈ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ കണ്ടിട്ടില്ല. സംഭവ ദിവസം നിങ്ങൾ ഈ സ്ത്രീയുടെ ഭർത്താവ് വരുവിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തതല്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? എനിക്ക് പണം തന്ന് എന്നെ നിർബന്ധിച്ച് സാക്ഷിയാക്കിയതാണ്. പക്ഷെ എത്രയൊക്കെ പണം തന്നാലും ശരി, ഞാൻ സത്യമേ പറയൂ. കാരണം ഞാനത് ശീലിച്ചിട്ടുള്ളൂ. യുവർ ഓണർ, ഈ സാക്ഷി വാദിഭാഗം വിറ്റ്നസ്സായി വന്ന് പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ്. അല്ല, ഉണ്ടായ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയും കുടുംബിനിയുമായ ഈ സ്ത്രീയെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പല സ്ഥലങ്ങളിൽ വെച്ച്. ഒരു കുടുംബിനിയായിട്ടല്ല, അഭിസാരികയായിട്ട്. ഇവരുടെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. രാവിലെ ഇവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ അവരെ കൊണ്ടാക്കാറ്. അദ്ദേഹം ഓഫീസിൽ നിന്ന് വൈകിട്ട് മടങ്ങി വരുമ്പോഴേക്കും കയ്യിൽ 1000കണക്കിന് രൂപയുമായി നല്ലവരെന്ന് പറയുന്ന ഈ സ്ത്രീ കാത്തു നിൽക്കാറുണ്ട്. ഇവരുടെ പ്രധാന തൊഴിൽ ഇത് തന്നെയാണ്. That's all wrong.
ഈശ്വരൻ സാക്ഷിയായി ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യമേ ബോധിപ്പിക്കുകയുള്ളൂ. എന്താ പേര്? ഇന്ദു. സംഭവ സമയത്ത് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിയിരുന്നു. ഇല്ല. ആ രാത്രി നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചു. തോൽസെഗേട്ടിലെ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചോ എന്ന്? ഇല്ല. സംഭവ സമയത്ത് പ്രതികൾ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ ശരിക്ക് കണ്ടിരുന്നു. അവര് നിങ്ങളെ മാറി മാറി കീഴ്പ്പെടുത്തിയോ? തോൽസെഗേട്ടിലെ കേട്ടു. എത്ര പേരാണ് നിങ്ങളെ ആക്രമിച്ചത്? 2 പേര്. നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് 3 പേരാണ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയതെന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നു 2 പേരാണെന്ന്. യുവർ ഓണർ, പ്ലീസ് ബി നോട്ടഡ്. അവര് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് വർണ്ണിക്കാവോ? ഇല്ല, എന്നെ കൊണ്ടാവില്ല. ഇവരെ 3 പേർ കൂടി മാനഭംഗപ്പെടുത്തിയിട്ടും ഇവരുടെ വസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും പറ്റിയിട്ടില്ലെന്ന് ഇവരുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ആദ്യം തന്നെ ആക്രമിച്ചത് 3 പേരാണെന്നും പിന്നീട് 2 പേരാണെന്നും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അവരിവിടെ നൽകിയിട്ടുള്ളത്. ആയതിനാൽ എന്റെ കക്ഷികൾ നിരപരാധികളാണെന്നും അവരെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വിധി അടുത്ത ശനിയാഴ്ച പറയുന്നതായിരിക്കും. ചേച്ചി, രാധ, ഇന്ദുവിനെ കൊണ്ട് കാറിലെത്തും.